അത്തരത്തിലുള്ളൊരു കേന്ദ്ര ഫണ്ട് കൊണ്ടുവന്ന് കേരളത്തിൽ നടപ്പിലാക്കണമെങ്കിൽ കേരള സർക്കാരിന്റെയും ഒരു സഹകരണം കൂടി തരും. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ള ചോദ്യങ്ങൾ. സാർ, ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടന്മാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് താങ്കൾ ഇതുവരെ ഒന്നും പറയാത്തത്? ഞാനൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇവിടെ വന്നൊരു ഖബറുകളൊക്കെ ഒരു ഇതിനാണ് ചടങ്ങിലാണ് പങ്കെടുക്കാൻ വന്നത്. മാത്രമല്ല, ഞാനിപ്പോൾ ഇരിക്കുന്നത് കേന്ദ്ര പദ്ധതിയെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ള ഒരു വാർത്താ സമ്മേളനത്തിലാണ്. നിങ്ങൾ അത് ചോദിക്കുമ്പോൾ അക്കാര്യം പറയണം. അല്ല, കുഞ്ഞമ്മയുടെ കാര്യം ചോദിക്കുന്നത് കുഞ്ഞമ്മ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ. മനസ്സിലായോ? നിങ്ങൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ ചോദിക്കണം. അതേപോലെ താങ്കൾ വീണ്ടും അഭിനയ രംഗത്തേക്ക് പോകുന്നതായിട്ടൊരു മാധ്യമങ്ങളിൽ പറയുന്നത് എന്താണ് അതിന്റെ സംഗതി? സുഹൃത്തെ, ഞാൻ പറയാമല്ലോ, ഞാൻ ഒരു സിനിമാ നടനായിട്ടാണ് ഈ രംഗത്ത് വന്നത്. 10-40 വർഷത്തോളം ഞാൻ സിനിമാ ഫീൽഡിലുണ്ട്. എനിക്ക് സിനിമയാണ് വലുത്. അങ്ങനെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയം വരെ ഞാൻ ഉപേക്ഷിക്കും. സിനിമ കഴിഞ്ഞുകൊണ്ട് എനിക്ക് മറ്റെന്തും. സിനിമയാണ് എന്റെ പെറ്റമ്മ. അങ്ങനെയുള്ള നേതാവാണെന്നുണ്ടെങ്കിൽ ജനപ്രതിനിധിയായിട്ട് മത്സരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ താങ്കൾക്ക്? അത് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങളെ ജോലി ചെയ്ത് കേട്ടോ. ഈ മാധ്യമങ്ങളെല്ലാം ചോദിക്കുമ്പം എല്ലാം ഛർദ്ദിച്ചു തരാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ ആളല്ല. നിങ്ങളല്ല എന്നെ ഇതാക്കിയത് കേട്ടോ. എന്റെ വോട്ടർമാരാ, എന്റെ പാർട്ടിക്കാരാ. നിങ്ങളല്ല സുഹൃത്തെ എന്നെ നേതാവാക്കിയതും MP ആക്കിയതും കേന്ദ്രമന്ത്രിയാക്കിയതും. മനസ്സിലായോ? ജനങ്ങളെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ താങ്കൾ നമുക്കുള്ള ഒരു പ്രതിനിധിയാണ് കേന്ദ്രത്തിന്റെ. ഇയാൾക്ക് ജനങ്ങളുടെ ഭാഗത്ത് ചിന്തിച്ചാൽ മതി, എന്റെ ഭാഗത്ത് ചിന്തിക്കണ്ട. മനസ്സിലായോ? മിണ്ടുപോലും ഞാൻ തീരുമാനിക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. മിണ്ടിപ്പോരുത്. ഏതാ മാധ്യമം? ഏതാ മാധ്യമം കേട്ടോ? കാര്യങ്ങൾ ചോദിക്കണം. ആരാ ചോദിച്ചത് മനസ്സിലാവും. എടുത്തോട്ട് പോ. ഏതായാലും ഒരു മാധ്യമക്കാർക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്. വാർത്താ സമ്മേളനം. മഹേഷ്, ഏത് മാധ്യമമാണ് ആ ചോദ്യം ചോദിച്ചത് മഹേഷിന് ഓർമ്മയുണ്ടോ? അവനെ പൂട്ടണം, പൂട്ടിയിരിക്കണം. ഈ കേന്ദ്രമന്ത്രി വില അവൻ അറിയണം. കമോ, അവരത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യാം. മനസ്സിലായോ? വണ്ടി എടുത്തോ. സാർ, ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സഹതാരങ്ങൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാനൊരു കാര്യം പറയാം. ഈ കുഞ്ഞുമഴ യോഗം കഴിഞ്ഞപ്പോൾ കുഞ്ഞുമഴ കാര്യം പറയണം. ഞാൻ പാർട്ടി ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ പാർട്ടി ഓഫീസിൽ കാര്യം പറയണം. പള്ളി പോയിട്ട് വരുമ്പോൾ പള്ളിയെ കാര്യം പറയണം. അമ്പലത്തിൽ പോകുമ്പോൾ ആ കാര്യം പറയണം. ആരോപണം ഉന്നയിച്ച് വന്നിട്ടുള്ളത് ഒരു പാർട്ടി നേതാവിനെതിരെയാണ്. അപ്പൊ താങ്കൾ ഒരു പാർട്ടി നേതാവല്ലേ? ഞാനൊരു കാര്യം ഞാൻ പറയാം. ഈ ഞങ്ങളുടെ മേഖലയെ നടീനടന്മാരുടെ സംഘടനയെ നശിപ്പിക്കാൻ വേണ്ടി, ഈ സിനിമാ മേഖലയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ തീരുമാനമാണത്. ഇത് പ്രതിയാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, മാധ്യമങ്ങളുടെ ശിക്ഷയാണത്. തീരുമാനിക്കുന്നത് കോടതിയാണ്. മനസ്സിലായോ? കുഞ്ഞമ്മ എന്തോ കുഞ്ഞമ്മ നിങ്ങളൊക്കെ കാര്യം നോക്കണം കേട്ടോ. മാധ്യമങ്ങളോട് തട്ടിക്കയറിയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി മാധ്യമങ്ങളോട് കയർത്താണ് ഇപ്പോൾ വാഹനത്തിലൂടെ കയറി പോകുന്നത്. കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് കയർത്ത് സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനെതിരെയുള്ള ലൈംഗിക ആരോപണത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങളെ തള്ളിയിട്ടിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.